നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് സ്റ്റോണിനുള്ള ഹോമിയോപ്പതിക് ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചാണ്. ഈ വിഷയം ചർച്ചയിനായി നമ്മോടൊപ്പം ഉള്ളത് തിരുവനന്തപുരത്തെ ആൽഫ ഹോമിയോപ്പതിക് സെൻറ്ററിലെ സീനിയർ കൺസൾട്ടൻറ്റ് ഫിസിഷ്യനായ ഡോക്ടർ PA യഹിയ പറക്കവെട്ടിയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം ഡോക്ടർ. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. സാർ, നമുക്കറിയാം സ്റ്റോണിൻ്റെ അസുഖം എപ്പോഴും പറയാറുള്ള വളരെ കോമൺ ആയിട്ട് പറയാറുള്ളൊരു വാക്കാണ് എനിക്ക് സ്റ്റോണിൻ്റെ പ്രശ്നമുള്ളതെന്ന്. അപ്പോൾ സ്റ്റോണിൻ്റെ പ്രശ്നം എപ്പോഴും നമ്മൾ ആലോചിക്കുക അത് കിഡ്നി സ്റ്റോണോ അല്ലെങ്കിൽ ബ്ലാഡറിലെ മൂത്രനാളിയുമായി ബന്ധപ്പെട്ട് വരുന്ന സ്റ്റോണിൻ്റെ പ്രശ്നമാണ് വളരെ സാധാരണയായിട്ട് അറിയപ്പെടാവുന്നത്. അവിടെ അല്ലാതെ ബാക്കി എവിടെയൊക്കെ നമുക്ക് ഈ സ്റ്റോൺ എന്ന് പറയുന്ന പ്രശ്നങ്ങളുണ്ടാകും? സ്റ്റോൺ എന്ന് കേൾക്കുമ്പോൾ ഞാൻ സത്യമാണ്, കാരണം കിഡ്നി സ്റ്റോണാണ് പെട്ടെന്ന് ആൾക്കാരുടെ മനസ്സിൽ ഓടിയെത്തുന്നത്. പക്ഷേ സ്റ്റോൺ നമ്മുടെ മറ്റ് പല അവയവങ്ങളിലും സ്റ്റോൺ ഉണ്ടാകും. അതിൽ പ്രധാനമായിട്ട് ഈ പിത്താശയക്കല്ല്, ഗോൾ ബ്ലാഡറിൽ ഉണ്ടാകുന്ന, അതായത് ബൈല് അല്ലെങ്കിൽ പിത്തം സ്റ്റോർ ചെയ്യുന്ന ആ ബ്ലാഡറിൽ ഉണ്ടാകുന്ന കല്ലാണ് രണ്ടാമതായിട്ട് കോമൺ ആയിട്ട് കാണുന്നത്. ആദ്യമായിട്ട് കിഡ്നി സ്റ്റോൺ തന്നെയാണ്. പിന്നെ വീണ്ടും മറ്റൊരു ഇടമെന്ന് പറയുന്നത് സലിവറി ഗ്ലാൻഡ്, നമ്മുടെ ഉമിനീര് ഗ്രന്ഥിയിൽ കല്ലുണ്ടാവും. പലർക്കും അറിയാത്ത ഒരു കാര്യമാണ്. കാരണം ഉമിനീര് ഗ്രന്ഥിയിൽ കല്ല് ഉണ്ടായിട്ട്, ആക്ച്വലി ഉമിനീര് ഗ്രന്ഥിയിൽ നിന്ന് വരുന്നൊരു ട്യൂബുണ്ട്, സലിവറി ഡക്റ്റ്. അത് ഉമിനീര് വായ്ക്കകത്തോട്ട് പതുക്കെ വിട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു ട്യൂബിൽ പലപ്പോഴും സ്റ്റോൺ ഉണ്ടാകും. അപ്പോൾ സലിവറി കാൽക്കുലി എന്നാണ് അതിന് പറയുക. പിന്നെയുള്ളത് പലപ്പോഴും പാൻക്രിയാസിൽ സ്റ്റോൺ ഉണ്ടായി കഴിഞ്ഞാൽ പലപ്പോഴും ഡയബറ്റിക് ആയി പോകും. കാരണം ആ ഇൻസുലിൻ റിലീസ് ചെയ്യുന്ന ആ ഭാഗത്ത് അടഞ്ഞു പോകും. മനസ്സിലായില്ലേ? ഈ 4 സൈറ്റാണ് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന സ്റ്റോണുകൾ. തീർച്ചയായിട്ടും ഈ സ്റ്റോണിനെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും നമുക്കറിയാം അസഹനീയമായ വേദനയാണ് എപ്പോഴും പറയുന്നത്. എനിക്ക് സ്റ്റോണിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ പലപ്പോഴും നമുക്കറിയാം അത് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. എപ്പോഴാണ് ഈ സ്റ്റോൺ കയറി പണി മുടക്കുക എന്ന് പറയുന്നതാണ് ആൾക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നം. ഒരുപാട് ആൾക്കാരുടെ അടുത്ത് നമ്മൾ സംസാരിക്കാൻ പറയുന്നത് സ്റ്റോണിൻ്റെ പ്രശ്നമുണ്ട്. ഇപ്പോൾ ഒരു ദൂരെ യാത്ര പോവുകയാണ്, അത്യാവശ്യം കയ്യിൽ കുറച്ച് പെയിൻ കില്ലേഴ്സൊക്കെ കരുതിയിട്ടുണ്ട്. ഇത് എപ്പോഴാണ് ഈ സ്റ്റോൺ പണി മുടക്കുക? അപ്പോൾ അസഹനീയമായ വേദനയാണോ ഈ സ്റ്റോണിനുള്ള പ്രശ്നം, അതോ ഈ റീനൽ സ്റ്റോണിന് മാത്രമാണോ ഈ വേദന ഉണ്ടാകുക? എല്ലാ സ്റ്റോണുകൾക്കും വേദന ഉണ്ടാകും. കാരണം ഈ ഡക്റ്റ് അടഞ്ഞു കഴിഞ്ഞാൽ, വരുന്ന ട്യൂബ് അടഞ്ഞു കഴിഞ്ഞാൽ ആ ഗ്ലാൻഡിൻ്റെ ഫങ്ഷൻ ഇല്ലാതാവുകയാണ്. അതിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ഹോർമോൺസോ എൻസൈംസോ അല്ലെങ്കിൽ വോട്ടെവർ ഇറ്റ് മേ ബി, ആ രസങ്ങൾ അവിടെ വരുന്ന ആ പാത്ത് അടഞ്ഞു കഴിയുമ്പോഴത്തേക്കും നാച്ചുറലായിട്ടും അതിന് വീക്കം ഉണ്ടാകും, ഇൻഫ്ലമേഷൻ വരും, ഇൻഫെക്ഷൻ വരും. അങ്ങനെയാണ് പലപ്പോഴും ഈ വേദന ഉണ്ടാക്കുന്നത്. അത് കിഡ്നി സ്റ്റോൺ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം റീനൽ ആംഗിൾ അല്ലെങ്കിൽ വയറ്റിലെ ഒരു വേദനയായിട്ടായിരിക്കും പേഷ്യൻ്റ് വരുന്നത്. പലപ്പോഴും നമ്മൾക്ക് അത് ശരിക്കും സ്റ്റോൺ ആണോ അല്ലയോ എന്ന് മറ്റ് വേദനകളുമായിട്ട് അത് താരതമ്യപ്പെടുത്തി നോക്കുകയും വേണം. പലപ്പോഴും ഒരു വയറുവേദന വന്നു കഴിഞ്ഞാൽ സ്റ്റോൺ ഹിസ്റ്ററി ഉള്ളവർക്കാണെങ്കിൽ പലപ്പോഴും നമുക്കത് കിഡ്നി സ്റ്റോൺ തന്നെയാണ് എന്ന് നമുക്ക് അനുമാനിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും മറ്റ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുകയും മറ്റ് സിംറ്റംസ് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുകയും കൂടി ചെയ്തെങ്കിൽ മാത്രമേ അത് കറക്റ്റ് സ്റ്റോണിൻ്റെ വേദന തന്നെയാണോ അല്ലയോ എന്ന്. കാരണം അപ്പൻഡിക്സ് ഇപ്പോൾ റൈറ്റ് സൈഡിലാണെന്നുണ്ടെങ്കിൽ അപ്പൻഡിക്സിൽ വേദന ഉണ്ടാകാം. അതല്ലാന്നുണ്ടെങ്കിൽ ഗോൾ ബ്ലാഡറിൽ പിന്നെ പിത്താശയക്കല്ലാണെങ്കിൽ ലിവർ, അതെല്ലാം റൈറ്റ് സൈഡാണ്. കിഡ്നി റൈറ്റ് സൈഡ് ഇരിപ്പുണ്ടല്ലോ. അപ്പോൾ റൈറ്റ് സൈഡ് പെയിൻ വന്നു കഴിഞ്ഞാൽ അപ്പൻഡിക്സ് ആകാം ചിലപ്പം. അതല്ലാന്നുണ്ടെങ്കിൽ ഗോൾ ബ്ലാഡറിൽ സ്റ്റോൺ ആകാം. ഈവൻ ചിലപ്പം ഒരു ഇൻഡൈജഷനോ ഒരു വിരശല്യം പോലും പിള്ളേരിലൊക്കെ ഭയങ്കര വേദന ഉണ്ടാക്കിയേക്കാം. നമുക്കിതെങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? നമുക്കിപ്പോൾ സ്റ്റോണിൻ്റെ വേദനയാണോ, അത് അപ്പൻഡിക്സിൻ്റെ വേദനയാണോ, അത് ലിവറിൽ നിന്ന് വരുന്ന സ്റ്റോണിൻ്റെ വേദനയാണോ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഒരു പേഷ്യൻ്റ് നമുക്ക് ഇപ്പോൾ ഒരു സാഹചര്യം, ഇപ്പോൾ യാത്ര ചെയ്തിട്ട് പെട്ടെന്ന് ഒരു വയറുവേദനയായിട്ട് വരുമ്പോൾ പലപ്പോഴും നമുക്ക് വെള്ളം കൂടി കുറഞ്ഞിട്ടാണ് എന്ന് നമ്മൾ ഗസ് ചെയ്യുകയും അത് സ്റ്റോൺ ആയിരിക്കുമെന്ന് നമ്മൾ അവിടെ ഒരു അസംഷനാണ്. പക്ഷേ എക്സ്റേ എടുക്കുകയോ സ്കാൻ ചെയ്യുകയോ അൾട്രാസൗണ്ട് സ്കാനോ അല്ലെങ്കിൽ CT സ്കാനോ ഒക്കെ എടുത്ത് നോക്കിയെങ്കിലേ ഒരു ഫൈനൽ ഡയഗ്നോസിസ് കിട്ടുള്ളൂ. പക്ഷേ പലപ്പോഴും പേഷ്യൻ്റ് വരുന്നത് വേദനയായിരിക്കും, അതിൻ്റെ കൂട്ടത്തിൽ ഓക്കാനോ ഛർദിലോ ഉണ്ടാകും. അതല്ലാന്നുണ്ടെങ്കിൽ യൂറിനിൽ ബ്ലഡിൻ്റെ അംശം കാണും, യൂറിനറി ഒബ്സ്ട്രക്ഷൻ വന്നിട്ടും ഭയങ്കര മൂത്രത്തിൽ നീറ്റൽ, ഇങ്ങനെയുള്ള വേദനകൾ പലപ്പോഴും പറയാറുണ്ട്. മനസ്സിലായി? കിഡ്നി സ്റ്റോൺ പെയിൻ ആണെന്നുണ്ടെങ്കിൽ ഒബ്സ്ട്രക്ഷൻ വന്നിട്ട് യൂറിൻ പോകാത്ത അവസ്ഥയിൽ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ എന്ന് മാത്രം പേഷ്യൻ്റ്. കാരണം പേഷ്യൻ്റ് അങ്ങ് ബെൻഡ് ചെയ്യും, ഡബിൾ മനസ്സിലായോ, കുനിഞ്ഞ് അല്ലെങ്കിൽ ഫ്രണ്ടിലേക്ക് വീഴുന്ന രീതിയിലേക്ക് പൊത്തിപ്പിടിച്ച് വരുന്ന ഒരു അവസ്ഥയായിരിക്കും പലപ്പോഴും കാണുന്നത്. സ്റ്റോണിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണ് സ്റ്റോൺ ഉണ്ടാകുക എന്ന് പറയുന്നത്? നമുക്കറിയാം ഒരു അസാധാരണമായിട്ടുള്ള കാര്യമാണ് സ്റ്റോൺ ഉണ്ടാകുക എന്നുള്ളത്. അപ്പോൾ എന്താണ് ഇത് സ്റ്റോണായിട്ട് ഫോം ചെയ്യുന്നത്? നമുക്കറിയാം ഇതിനകത്ത് ഇപ്പോൾ കാൽസ്യം ക്രിസ്റ്റൽസാണ് പലപ്പോഴും കോമൺ ആയിട്ടുള്ളത്. കാൽസ്യം ഓക്സലേറ്റ് വരാം, കാൽസ്യം ഫോസ്ഫേറ്റ് വരാം. അതല്ലാന്നുണ്ടെങ്കിൽ ഗോൾ ബ്ലാഡറിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ
പിഗ്മെൻറ്റ്സ്, കൊളസ്ട്രോള്, മനസ്സിലായില്ലേ, അതുപോലെ ഈവൻ യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് പലപ്പോഴും എക്സ്റേയിൽ കിട്ടാത്ത ഒരു സ്റ്റോണാണ് യൂറിക് ആസിഡിൻ്റെ ക്രിസ്റ്റൽസ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ പലപ്പോഴും കാൽസ്യത്തിൻ്റെ ബൈ പ്രോഡക്ട്സ് ആണ് ഈ സ്റ്റോണായിട്ട് പലപ്പോഴും കാണുന്നത്. എങ്ങനെയാണ് നമുക്കറിയാം ഇത് ഒരാൾക്ക് സ്റ്റോൺ വരാൻ എന്ത് സാഹചര്യമാണ് ഒരാൾക്ക് സ്റ്റോൺ വരാൻ? ഇപ്പോൾ നമുക്കറിയാം എപ്പോഴും വെള്ളം ധാരാളം കുടിക്കുക എന്ന് പറയുന്നത് വളരെ നമ്മൾ കുട്ടിക്കാലത്ത് മുതൽ പേരൻസ് പറയുകയും കുറച്ച് കഴിയുമ്പം ഡോക്ടേഴ്സ് പറയുന്ന കാര്യമാണ് ഈ വെള്ളം കൂടുതൽ കുടിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റോൺ ആർക്കൊക്കെ വരാം? വെള്ളം മാത്രമല്ല, ഇപ്പോൾ വൈറ്റമിൻ എ ഡെഫിഷ്യൻസി, കിഡ്നി സ്റ്റോൺ ആകുമ്പം വൈറ്റമിൻ എ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ സ്റ്റോൺ ഉണ്ടാവും. അതൊരു വളരെ കോമൺ ആയിട്ടുള്ളത്, പലപ്പോഴും നമുക്ക് അറിയാതെ പോകുന്ന ഒരു കാര്യമാണ്, മനസ്സിലായില്ലേ. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡിക്രീസ്ഡ് യൂറിനറി ഔട്ട്പുട്ട് ഓഫ് സിട്രേറ്റ് പലപ്പോഴും സ്റ്റോണിൻ്റെ എക്സ്ക്രീഷനെ സഹായിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഈ സിട്രേറ്റിൻ്റെ അളവ് യൂറിനറി ഔട്ട്പുട്ട് കുറയുമ്പം പലപ്പോഴും സ്റ്റോൺ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നുള്ളത് റീനൽ ഫെയിലിയർ, കിഡ്നിയുടെ ഫങ്ഷൻ ഇല്ലാതാകുന്നു. കിഡ്നി എന്ന് പറയുന്ന ഒരു അരിപ്പയാണ്. ആ അരിപ്പ ഫങ്ഷൻ ഇല്ലാതാക്കി കഴിയുമ്പോൾ നാച്ചുറലായിട്ടും സ്റ്റോൺ അവിടെ അക്യുമുലേറ്റ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ റീനൽ ഡ്രെയിനേജ്, വെളിയിലേക്കുള്ള എക്സ്ക്രീഷൻ്റെ ആ അളവ് കുറഞ്ഞാൽ പോലും സ്റ്റോൺ, കാരണം ഈ അരിപ്പയിൽ പലപ്പോഴും സ്റ്റോൺ പിടിച്ച് വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അതല്ലെങ്കിൽ പിന്നുള്ളത് വെറുതെ ഇമ്മൊബിലൈസേഷൻ, ഒരാൾ വെറുതെ രാവിലെ മുതൽ വൈകുന്നേരം വരെയും വെറുതെ ഇരിക്കുന്ന ഒരു സ്വഭാവക്കാരനാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് സ്റ്റോൺ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ തൈറോയ്ഡ് ഈ ഗ്രന്ഥി, അതായത് പാരാതൈറോയ്ഡ് ഗ്രന്ഥിയുടെ ഒരു ഫങ്ഷൻ്റെ അഭാവവും പലപ്പോഴും സ്റ്റോൺ ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കാറുണ്ട്. തീർച്ചയായിട്ടും നമുക്കറിയാം ഒരുപാട് പേർക്ക് സ്റ്റോൺ ഉണ്ട്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് എടുക്കാനോ അല്ലെങ്കിൽ വിദേശ രാജ്യത്ത് വല്ലതും പോകാനായിട്ടായിരിക്കും അൾട്രാസൗണ്ട് ചെയ്യുമ്പോഴായിരിക്കും അറിയുന്നത് ഒരു പാൻക്രിയാസിൽ ചെറിയ സ്റ്റോൺ ഉണ്ട് അല്ലെങ്കിൽ കിഡ്നിക്കകത്തൊരു സ്റ്റോൺ ഉണ്ട്. പക്ഷേ ഈ വ്യക്തിക്കാണെങ്കിൽ യാതൊരു വിധ ഉപദ്രവവും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ അത്തരം സ്റ്റോണുകൾ നമ്മൾ ചികിത്സിക്കണം. സ്റ്റോൺ നമ്മൾ എക്സ്റേ എടുത്തോ സ്കാൻ ചെയ്തോ സ്റ്റോൺ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണം. കാരണം സ്റ്റോൺ എന്ന് പറയുന്ന സാധനം സൈലൻ്റായിട്ടിരിക്കുകയും അറ്റ് എനി ടൈം ഇറ്റ് ക്യാൻ എക്സാസർബേറ്റ്, മനസ്സിലായി, പെയിൻ ഏത് സമയത്തും ഉണ്ടാകാൻ പറ്റുന്ന ഒരു സാഹചര്യം. കാരണം സ്റ്റോൺ ചെറുതായിട്ടൊന്ന് അനങ്ങുകയോ അതിൻ്റെ ഒരു പൊസിഷൻ മാറുകയോ അതല്ലാന്നുണ്ടെങ്കിൽ അത് വലുതാവുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏത് നിമിഷം വേണമെങ്കിലും വേദന ഉണ്ടാക്കാം. സ്റ്റോൺ മൂവ് ചെയ്യുക അല്പം, കാരണം വെറുതെ സൈലൻ്റായിട്ടിരിക്കുന്ന സ്റ്റോൺ ചിലപ്പോൾ കൂടുതൽ യാത്ര ചെയ്യുകയോ അതല്ലാന്നുണ്ടെങ്കിൽ വെള്ളം കൂടി കുറയുകയോ അതല്ല കാൽസ്യം കൂടുതൽ ഇൻടേക്ക് വരുന്ന ഒരു സാഹചര്യത്തിൽ ചിലപ്പം 1 മില്ലിമീറ്ററോ അല്ലെങ്കിൽ 1/2 മില്ലിമീറ്ററോ സൈസ് ഒന്ന് വലുതായാൽ മതി, പെട്ടെന്ന് ഏതെങ്കിലും ടിഷ്യൂസിലോ ഏതെങ്കിലും സെൽസിലോ ഏതെങ്കിലും നെർവിലോ ഇതിനെ കംപ്രസ് ചെയ്തിട്ട് പെയിൻ ഇമ്മീഡിയറ്റ് ആയിട്ട് ഫോം ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇത് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട്. മെഡിസിൻ മാത്രമല്ല, അതിൻ്റെ കൂട്ടത്തിൽ ഡയറ്റും, ആഹാരം ക്രമീകരിക്കുക, വെള്ളം കൂടുതൽ കുടിക്കുക, അതെല്ലാം കൂടി ചെയ്തെങ്കിൽ ഒരുപക്ഷെ ചെറിയ സ്റ്റോണൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന്, പ്രത്യേകിച്ചും 6 mm താഴെയുള്ള സ്റ്റോൺ, കാരണം യൂറിൻ വരുന്ന പാസേജ് 6 mm, അതിൽ താഴെയുള്ള സ്റ്റോൺ വളരെ പെട്ടെന്ന് തന്നെ യൂറിനിൽ കൂടി വെളിയിൽ പോവുകയും ചെയ്യും. തീർച്ചയായിട്ടും നമുക്കൊരു സ്റ്റോൺ ഐഡൻറ്റിഫൈ ചെയ്ത് അത് ഏത് തരം സ്റ്റോൺ ആണെന്ന് നമ്മൾ നിർണ്ണയിക്കേണ്ടത് ആവശ്യമുണ്ട്. വേണം, കാരണം ഡയറ്റ് നമ്മൾ പലപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ് ഈ സ്റ്റോൺ ഫോർമേഷനിൽ. അപ്പോൾ ഏത് ടൈപ്പ്, ഇപ്പോൾ യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് ആണോ അല്ലയോ എന്ന് നമ്മൾ യൂറിൻ എടുത്ത് ക്രിസ്റ്റൽ അനാലിസിസ്, ഒരു സ്റ്റോൺ അനാലിസിസിന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും അത് ഏത് ടൈപ്പ് സ്റ്റോൺ ആണെന്നുള്ളത്. അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പലപ്പോഴും യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് ഉള്ളവർക്ക് നമ്മൾ പ്രത്യേക ഒരു ഡയറ്റ് തന്നെ പറയാറുണ്ട്. കാരണം പൾസസ്, അവർ ധാന്യങ്ങൾ കംപ്ലീറ്റ്, ചെറുപയർ, വൻപയർ, കടല, മുതിര, ഇങ്ങനെയുള്ള ധാന്യങ്ങൾ മാക്സിമം അവർ ഒഴിവാക്കണമെന്ന് നമ്മൾ പറയാറുണ്ട്. അതുപോലെ തന്നെ മീറ്റ് പ്രോഡക്ട്സ്, പ്രത്യേകിച്ച് ബീഫ്, അവരടുത്ത് നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി അഡ്വൈസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഡയറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ സ്റ്റോൺ ഏത് ടൈപ്പാണ് എന്ന് അറിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതുപോലെ ഈ കിഡ്നി സ്റ്റോൺ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം കാൽസ്യം ഓക്സലേറ്റോ അല്ലെങ്കിൽ കാൽസ്യം ഫോസ്ഫേറ്റോ ഒക്കെ ആയിരിക്കും വളരെ കൂടുതലുണ്ടാകുന്നത്. അപ്പം ലീഫി വെജിറ്റബിൾസ് ഒഴിവാക്കണം. ഒരു പേഷ്യൻറ്റ് പച്ചക്കറി മാത്രം ഉപയോഗിക്കുന്ന ഒരാൾ ആണെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് നമ്മൾ പറയണം ലീഫി വെജിറ്റബിൾസ് നിങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. അപ്പം അതുപോലെ തന്നെ മറ്റ് ഡയറ്റുകൾ, ഇപ്പോൾ കാൽസ്യം റിച്ച് ഫുഡ്, അതായത് മീറ്റ് പ്രോഡക്ട്സ് എല്ലാം വരുന്നുണ്ട്, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ് കംപ്ലീറ്റ് വരുന്നുണ്ട്. ഈ ക്യാബേജ്, കോളിഫ്ലവർ അല്ലെങ്കിൽ അതുപോലെ ചീര, അങ്ങനെ വരുന്ന സ്പിനച്ച്, ഈ പറയുന്ന എല്ലാ ലീവ്സ് കംപ്ലീറ്റ് വരുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ടൊമാറ്റോ ഒഴിവാക്കാൻ വേണ്ടി പറയും, കാഷ്യൂ നട്ട്സ് ഒഴിവാക്കാൻ വേണ്ടി പറയും. അതുപോലെ ഈ കടലിൽ നിന്ന് കിട്ടുന്ന മത്സ്യങ്ങൾ, പ്രത്യേകിച്ചും കൊഞ്ച്, കക്ക, കണവ, ഞണ്ട്, ചെമ്മീൻ, അതായത് ഷെല്ലിനകത്ത് ഉള്ള ഫിഷ് ഐറ്റംസ് എല്ലാം നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി അഡ്വൈസ് ചെയ്യും. അപ്പോൾ ഏത് ടൈപ്പ് സ്റ്റോണാണ് എന്ന്
അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഡയറ്റ് കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. സാർ, ഈ സ്റ്റോണിൻ്റെ ഒരു അല്ലെങ്കിൽ വയറുവേദനയുമായിട്ട് വരുന്ന ഒരാൾക്ക് നമ്മളതൊരു എല്ലാവർക്കും തന്നെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമുണ്ടോ? നമ്മളിപ്പോൾ ഒരു CTയോ അല്ലെങ്കിൽ ഒരു അൾട്രാസൗണ്ട് സ്കാനോ എടുത്ത് ഇതിപ്പോൾ ഇപ്പോൾ യൂറിനറി ബ്ലാഡറിൽ നിന്ന് UTI കൊണ്ടുവരുന്ന സ്റ്റോൺ അല്ലെങ്കിൽ വേദനയാണോ, അല്ലെങ്കിൽ കിഡ്നി സ്റ്റോൺ ആണോ, അതോ ലിവറിൻ്റെ പ്രശ്നമാണോ, അതോ പാൻക്രിയാസിൻ്റെ പ്രശ്നമാണോ, എന്താ, അല്ലെങ്കിൽ ഗ്യാസ്ട്രൈറ്റിസ് ആണോ, ഇതൊക്കെ അറിയാനായിട്ട് ഒരു സ്കാൻ, ഒരു ബേസിക് അൾട്രാസൗണ്ട് സ്കാൻ മിക്കവാറും ആൾക്കാരിൽ നമുക്ക് വേണ്ടി വരും. ഒരു വയറുവേദനയായിട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യമേ യൂറിൻ നമ്മൾ മൈക്രോസ്കോപ്പി കൊടുക്കണം. അത് യൂറിൻ റൊട്ടീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം അതിനകത്ത് പസൽസ് ഉണ്ടോ അല്ലെങ്കിൽ RBC രക്തത്തിൻ്റെ അളവുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ പസ്സും ബ്ലഡും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്നെങ്കിൽ സ്റ്റോൺ ആയിരിക്കാം, അല്ലെങ്കിൽ ഈവൻ പിന്നെ നെഫ്രൈറ്റിസ്, കിഡ്നിക്ക് വീക്കം ഉണ്ടെങ്കിലും ഈ പറയുന്ന RBCയും വരും, പിന്നെ പസൽസും വരും. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് റുട്ടീൻ യൂറിൻ അനാലിസിസിൻ്റെ കൂട്ടത്തിൽ ഒരു അൾട്രാസൗണ്ടും കൂടി ബേസിക് ഇൻവെസ്റ്റിഗേഷൻ, കാരണം അതിന് വലിയ എമൗണ്ടൊന്നും ആകത്തില്ല. ഒരു 500-600 രൂപ മുടക്കി കഴിഞ്ഞാൽ ഒരു അൾട്രാസൗണ്ട് നമുക്ക് എടുക്കാൻ സാധിക്കും. അപ്പോൾ ഇത് രണ്ടും ചെയ്ത് നോക്കിയാൽ ഒരു പരിധിവരെ സ്റ്റോണുകളെല്ലാം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ ട്രീറ്റ്മെൻറ്റ് സൈഡിൽ എത്ര സ്റ്റോൺ ഉണ്ട്, എത്ര സൈസ് ഉണ്ട്, ഇനി അതിപ്പോൾ പൊടിച്ച് കളയാനുള്ള വലിയ സ്റ്റോണൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എക്സാക്റ്റ് ലൊക്കേഷനൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഒരു CTയും കൂടി എടുത്ത് നോക്കേണ്ടതായിട്ട് വരും. തീർച്ചയായിട്ടും. നമുക്ക് എപ്പോഴും ഈ തക്കാളിക്ക് എല്ലാവരും പറയുന്നത് തക്കാളി കഴിച്ചാൽ സ്റ്റോൺ വരാനുള്ള സാധ്യതയുണ്ടെന്ന്. ഈ തക്കാളിക്ക് മാത്രമായിട്ട് അങ്ങനെ, അല്ലെങ്കിൽ തക്കാളി, ക്യാബേജ് പോലെയുള്ള ഈ ഫ്രൂട്ട്സിനോ വെജിറ്റബിൾസിനോ ഒക്കെ അത്തരമൊരു സ്പെസിഫിക് കോസ് യഥാർത്ഥത്തിലുണ്ടോ? നമുക്ക് ഒരു തക്കാളി കോമൺ ആയിട്ട് ഇപ്പോൾ വീട്ടിൽ തന്നെ ഒരാൾക്കുണ്ടെങ്കിൽ തക്കാളി ഒഴിവാക്കുക എന്ന് വളരെ കോമൺ ആയിട്ട് തന്നെ പറയാറുണ്ട്. അപ്പോൾ തക്കാളിക്ക് പ്രത്യേകിച്ച് സ്റ്റോൺ വരുത്താനുള്ള സാധ്യത അങ്ങനെ ഒന്നും ഐഡൻറ്റിഫൈ ചെയ്തിട്ടൊന്നുമില്ല. നമ്മൾ കോമൺ ആയിട്ടും കാൽസ്യം റിച്ച് ഫുഡ് ഒഴിവാക്കുക എന്നുള്ള ഒരു ജനറൽ അഡ്വൈസിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പലപ്പോഴും ഈ ലീഫി വെജിറ്റബിൾസ്, അല്ല ഞാൻ പറഞ്ഞു ക്യാബേജ്, കോളിഫ്ലവർ, സ്പിനച്ച്, ചീര, അതിനകത്ത് പലപ്പോഴും ബ്രിഞ്ചൽ നമ്മുടെ കത്രിക്ക അതിനകത്ത് കൂടുതൽ ഇതുള്ളതാണ്. നെല്ലിക്കയൊക്കെ ഒരുപാട് കാൽസ്യം റിച്ച് ഫുഡ് വെജിറ്റബിളിനകത്ത് വരുന്നതാണ്. ദെൻ ഈ ടൊമാറ്റോ. അപ്പോൾ ഇതെല്ലാം കോമണായിട്ട് ഈ 5 ഐറ്റമാണ് നമ്മൾ പലപ്പോഴും ഒഴിവാക്കാൻ വേണ്ടി അഡ്വൈസ്. അല്ല, തക്കാളിക്ക് മാത്രമായിട്ട് പ്രത്യേകിച്ച് സ്പെസിഫിക് ആയിട്ട് തക്കാളിക്ക് മാത്രമായിട്ട് അങ്ങനെ ഒരു സ്റ്റോൺ ഫോം ചെയ്യാനുള്ള ഒരു സാഹചര്യമൊന്നുമില്ല. തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മളിപ്പോൾ സാധാരണഗതിയിൽ വയറുവേദനയായിട്ടുള്ള ആൾക്കാർക്ക് ഈ പാൻക്രിയാസിൽ വരുന്ന സ്റ്റോണുകൾ നമ്മൾ എങ്ങനെ തിരിച്ചറിയാനായിട്ട് സാധിക്കും? മറ്റുള്ള സ്റ്റോണുകളുടെ സിംറ്റംസ് എങ്ങനെയാണ്? ഒരു പേഷ്യൻ്റ് വളരെ നേരത്തെ തന്നെ വയറുവേദന പ്ലസ് ഡയബറ്റിക് ആയിട്ടൊരു പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജനറൽ ഇൻവെസ്റ്റിഗേഷൻ്റെ കൂട്ടത്തിൽ ഒരു അൾട്രാസൗണ്ട് സ്കാൻ എടുത്ത് നോക്കണം. അങ്ങനെയാണെങ്കിൽ, കാരണം ഒരു ഫാമിലി ഹിസ്റ്ററി ഒന്നും ഇല്ല, ഡയബറ്റിക്കിൻ്റെ ഫാമിലി ഹിസ്റ്ററി ഇല്ല, വളരെ നേരത്തെ ഏർലി ഓൺസെറ്റ് ഡയബറ്റിക് ആണെങ്കിൽ ഒരുപക്ഷെ പാൻക്രിയാറ്റിക് സ്റ്റോൺ കൊണ്ടായിരിക്കാം ആ പേഷ്യൻ്റ് ഡയബറ്റിക് ആകുന്നത്. അപ്പോൾ അത് വെറുതെ ഒരു ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻ മാത്രം പോരാ, പലപ്പോഴും ഒരു അൾട്രാസൗണ്ട് എടുത്ത് നോക്കിയാൽ നമുക്ക് ഈ പാൻക്രിയാറ്റിക് സ്റ്റോൺ തിരിച്ചറിയാൻ പറ്റും. തീർച്ചയായിട്ടും. നമ്മളിപ്പോൾ സ്റ്റോണിലെ ചികിത്സ എപ്പോഴാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? നമുക്കറിയാം അതിഭയങ്കരമായുള്ള വേദനയായിട്ടായിരിക്കും പലപ്പോഴും ഡോക്ടറുടെ, അല്ലെങ്കിൽ കുഞ്ഞു നിന്ന് ഡോക്ടറുടെ അടുത്തേക്ക് വരുന്ന, അല്ലെങ്കിൽ ഡോക്ടർ എക്സാമിനേഷൻ ചെയ്യാൻ പോലും സമ്മതിക്കാത്ത പേഷ്യൻസ് ആയിരിക്കും പലപ്പോഴും സ്റ്റോണുമായിട്ട് എമർജൻസി ആയിട്ട് ഡോക്ടറെ കാണാൻ വരുന്നത്. അപ്പോൾ അവർക്ക് വേദന കുറയ്ക്കലാണോ നമ്മൾ ആദ്യത്തെ ഉദ്ദേശം എന്ന് പറയുന്നത്? തീർച്ചയായിട്ടും. കാരണം പെയിൻ റിലീഫ് എന്ന് പറയുന്നത് ഒരു സ്റ്റോൺ പേഷ്യൻ്റ് സംബന്ധിച്ചിടത്തോളം വളരെ അത്യന്താപേക്ഷിതമാണ്. എങ്കിൽ മാത്രമേ പേഷ്യൻ്റ് ഹോൾഡ് ചെയ്യത്തുള്ളൂ. ഒരു ഡോക്ടറെ അടുത്ത് ഒരു പേഷ്യൻ്റ് നിൽക്കണമെങ്കിൽ അയാൾക്ക് ഇപ്പോൾ സ്റ്റോൺ പോയില്ലെങ്കിലും കുഴപ്പമില്ല, വേദന കുറഞ്ഞിരിക്കണം. കാരണം ചിലപ്പം വേദന കൊണ്ട് അയാൾ ബോധം കെട്ടു പോകാം. പിന്നെ കൂടെ നിൽക്കുന്നവർക്കൊന്നും ഈ വേദന കണ്ടു നിൽക്കാൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ? ഒരു ഭർത്താവിനൊരു കിഡ്നി സ്റ്റോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് ഒരു കാരണവശാലും മക്കൾക്ക് അത് കണ്ടു നിൽക്കാൻ പറ്റാത്തൊരു സാധ്യത. അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവർ റഷ് ചെയ്ത് ഹോസ്പിറ്റലിൽ എത്തിക്കും, എന്തെങ്കിലും പെയിൻ കില്ലേഴ്സ് കൊടുത്ത് വേദന കുറയ്ക്കാൻ വേണ്ടി ഒരു നോക്കുകയും ചെയ്യും. അപ്പോൾ വേദന അറ്റ് ദ ഏർലിയസ്റ്റ് വേദന കുറയുക എന്നുള്ളതാണ്. അതിൽ നമ്മുടെ സിസ്റ്റത്തിൽ വളരെ പിന്നെ ഫലപ്രദമായിട്ടുള്ള മെഡിസിൻസ് നമ്മൾ കൊടുത്ത് കഴിഞ്ഞ എൻ്റെ 25 വർഷത്തെ അനുഭവത്തിൽ ഒരു പേഷ്യൻറ്റിൻ്റെയും വേദന കുറയാതെ പോയിട്ടില്ല എന്നുള്ളതാണ് ഹോമിയോപ്പതി മരുന്നുകൊണ്ട്. തീർച്ചയായിട്ടും. നമുക്ക് എല്ലാ സ്റ്റോണും തന്നെ നമുക്ക് മരുന്ന് കൊടുത്ത് അലിയിച്ച് കളയാനായിട്ട് സാധിക്കുമോ? അതോ ഭൂരിഭാഗം സ്റ്റോണും നമുക്ക് നോൺ മെഡിക്കൽ അല്ലെങ്കിൽ? കാരണം ഒരുപാട് വലിയ, ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ പാസേജ് എന്ന് പറഞ്ഞാൽ 6 mm ആണ്. എൻ്റെ അടുത്തൊരു 15 mm സ്റ്റോൺ വരെ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അപ്പോൾ പലപ്പോഴും ചോദിക്കുന്നത് 6 mm പാസേജിൽ കൂടി, ട്യൂബിൽ കൂടി 15 mm സ്റ്റോൺ എങ്ങനെ വരുന്നു എന്നുള്ളത്. ഹോമിയോപ്പതി മെഡിസിൻ നമ്മൾ കറക്റ്റ് റൈറ്റ് മെഡിസിൻ കൊടുത്താൽ ഈ പാസേജുകളൊക്കെ ഡയലേറ്റ് ചെയ്ത് കൊടുക്കും, മസിൽസൊക്കെ റിലാക്സ് ചെയ്യും, നല്ല ഫോഴ്സ്ഫുള്ളായിട്ടുള്ള എക്സ്ക്രീറ്ററി പ്രോസസ്സ്, യൂറിൻ ഫോഴ്സ്ഫുള്ളായിട്ട് വരും. അങ്ങനെ ഈ വലിയ സ്റ്റോൺ പോലും
നമുക്ക് വെളിയിൽ കിട്ടാറുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഹോമിയോപ്പതി മെഡിസിൻ തീർച്ചയായിട്ടും ഈ ഒരു കണ്ടീഷനിൽ വളരെ ഫലപ്രദമായിട്ട് എക്സ്റ്റെൻസീവായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട്. അപ്പോൾ അത് പലപ്പോഴും നമുക്ക് ഒരു 3 mm 4 mm സ്റ്റോൺ ഉണ്ട്, ഭയങ്കര വേദനയാണ്, ഉടനെ അവർ ക്രഷ് ചെയ്യാൻ വേണ്ടി പലപ്പോഴും ഡോക്ടർമാർ അഡ്വൈസ് ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞ ആഴ്ച ഒരു പേഷ്യൻ്റ് പറഞ്ഞ് ഏതാണ്ട് 1.25 ലക്ഷം രൂപയാണ് ഒരു 14 mm സ്റ്റോൺ പൊടിച്ചതിന് അവർ ചിലവാക്കിയെന്ന് പറഞ്ഞു. അത് വെറും പിന്നെ 2000 3000 അല്ലെങ്കിൽ 5000 രൂപയ്ക്ക് ഹോമിയോപ്പതി മെഡിസിൻ 2-3 മാസം ചിലപ്പോൾ കഴിച്ച് വേദന വളരെ പെട്ടെന്ന് തന്നെ കുറയും. അതല്ലാതെ തന്നെ പിന്നെ കുറച്ച് കാലത്തെ മരുന്ന് കൊണ്ട് ഈ സ്റ്റോൺ അതുപോലെ വരികയോ പൊടിഞ്ഞു വരികയോ അതല്ലാന്നുണ്ടെങ്കിൽ അലിഞ്ഞു പോവുകയോ ചെയ്യാറുണ്ട്. തീർച്ചയായിട്ടും നമുക്കിപ്പോൾ ഒരു സ്റ്റോൺ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് അതിന് ഇപ്പോൾ ഡോക്ടർമാർ മരുന്ന് തന്നു, ഇടയ്ക്കിടയ്ക്ക് അത് നിരീക്ഷിക്കേണ്ട ആവശ്യമുണ്ട്. ആ സ്റ്റോൺ വലുതാകുന്നുണ്ടോ, അതിൻ്റെ സൈസ് അല്ലെങ്കിൽ അതിൻ്റെ സൈസ് വ്യത്യാസം വരുന്നുണ്ടോ, അത് ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് മാറുന്നുണ്ടോ എന്നുള്ളത്. ഒരു ചികിത്സയിൽ ഒരു പേഷ്യൻ്റ് ഇരിക്കുമ്പം തീർച്ചയായിട്ടും ഡോക്ടർക്കും പേഷ്യൻറ്റിനും അതിൻ്റെ ഉള്ള ഒരു ബാധ്യതയുണ്ട്. ഈ സ്റ്റോൺ പോയോ, സ്റ്റോൺ പിന്നെ ചെറുതായോ വലുതായോ, ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് ഫലവത്തായിട്ട് കാണുന്നുണ്ടോ എന്ന് അറിയേണ്ടത് രണ്ടുപേരുടെയും ആവശ്യമാണ്. അപ്പം ഡോക്ടർക്ക് മരുന്ന് കറക്റ്റായിട്ടാണോ കൊടുത്തിരിക്കുന്നത് അറിയണമെങ്കിൽ ഇപ്പോൾ 2 മാസമോ 3 മാസമോ കൂടുമ്പോൾ വീണ്ടും ഒരു സ്കാൻ അൾട്രാസൗണ്ട് എടുത്ത് നോക്കണം, അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു എക്സ്റേ എടുത്ത് നോക്കുക, അല്ലെങ്കിൽ ഒരു KUB പിന്നെ വെറുതെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ സ്റ്റോൺ അവിടെ ഇരിപ്പുണ്ടോ, അത് ചെറുതായിട്ടുണ്ടോ ഇല്ലയോ നമുക്കറിയാൻ പറ്റും. അത് വലിയ പിന്നെ മുടക്കില്ലാതെ തന്നെ അതൊരു അസസ് ചെയ്യുന്നത് അത്യന്താപേക്ഷിതമാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ സാധാരണഗതിയിൽ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ചില സ്റ്റോണുകൾ ഇങ്ങനെ പോകാൻ അല്ലെങ്കിൽ അലിഞ്ഞു പോകാൻ പ്രയാസമുള്ള സ്റ്റോണുകളുണ്ട്. സാർ നേരത്തെ പറഞ്ഞു പലതരം ക്രിസ്റ്റൽസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഏത് തരം ക്രിസ്റ്റൽസാണ് നമുക്ക് ചികിത്സിക്കാൻ ബുദ്ധിമുട്ട്, ഏത് തരം ക്രിസ്റ്റൽസിനാണ് വേദന കൂടുതലുണ്ടാക്കുക? അങ്ങനെയൊന്നുമില്ല. എല്ലാ സ്റ്റോണും ഒരേപോലെ തന്നെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. അതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ കാൽസ്യം റിച്ച് ആണ്, ഇതെല്ലാം കാൽസ്യം ഫോസ്ഫേറ്റോ കാൽസ്യം ഓക്സലേറ്റോ ക്രിസ്റ്റൽസാണ് പലതും. ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഗൗട്ട് ഉണ്ടാക്കുന്ന ഞാൻ പറഞ്ഞല്ലോ ഈ യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ്, അത് പലപ്പോഴും നമ്മളെ കൂടുതൽ ശല്യം ചെയ്യാറുണ്ട്. കാരണം അത് എക്സ്റേ കിട്ടത്തില്ല. അത് പിന്നെ വയറുവേദനയോട് കൂട്ടത്തിൽ തന്നെ അവർക്ക് ആർത്രൈറ്റിസ് ഉണ്ടാക്കും. ഗൗട്ട് പ്രത്യേകിച്ച് ജോയിൻസിലൊക്കെ ഈ ക്രിസ്റ്റൽസ് അക്യുമുലേറ്റ് ചെയ്തിട്ട് ഭയങ്കര സിവിയർ പെയിൻ എല്ലാ ജോയിൻസിലും അത് ഉണ്ടാക്കി കളയും. അങ്ങനെ വരുമ്പോൾ പേഷ്യൻ്റ് നടക്കാൻ പറ്റാത്ത സാഹചര്യം, സ്റ്റോണും ഉണ്ടാകും, അറ്റ് ദ സെയിം ടൈം ആർത്രൈറ്റിസ് ജോയിൻറ്റ് പെയിനും ഉണ്ടാകും. രണ്ട് സിസ്റ്റത്തിൽ ഒരേപോലെ അഫക്റ്റ് ചെയ്തിട്ട് പേഷ്യൻ്റ് ഒരുപാട് അത് ബുദ്ധിമുട്ടിക്കുക. നമ്മളൊരു കോൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഹലോ, കുറച്ച് ഉച്ചത്തിൽ സംസാരിക്കാമോ സാർ? ഓക്കെ സാർ, പറഞ്ഞോളൂ. സാറിൻ്റെ സംശയം ചോദിച്ചോളൂ, ഡോക്ടർ നമ്മോടൊപ്പം ഉണ്ട്. ഡോക്ടർ, ഇത് ഗാൾഫ് ബ്ലാഡറിൽ ഇതിനിടെ ഞാൻ സ്കാൻ ചെയ്ത സമയത്ത് വെൽ ഡിസ്റ്റൻഡ് എ മൊബൈൽ കാൽക്കുലസ് ഈസ് സീൻ സൈസ് അബൌട്ട് 14x6 mm, നോ വാൾ തിക്കറിംഗ്. 14x6, ഓക്കെ. അത് ചെയ്തു. അതിന്റെ ശേഷം ഞാൻ ഒരു ആയുർവേദ മരുന്ന് കഴിച്ചതിന് ശേഷം വീണ്ടും ഒന്ന് സ്കാനിങ് ചെയ്തു. അതില് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അത് കാൽക്കുലസ് ഇൻ ഗാൾ ബ്ലാഡർ 11x4 mm കുറഞ്ഞിട്ടുണ്ട്. പറഞ്ഞോളൂ. വേദന ഒന്നുമില്ല ഡോക്ടർ. നമുക്ക് ഇത് ഗാൾ ബ്ലാഡർ ഈ സൈസിന്റെ ഇത് കൊണ്ടിട്ട് വല്ല സർജറി വല്ലതും വേണ്ടി വരുമോ? അല്ല മരുന്ന് കൊണ്ടു എത്ര മാസം മെഡിസിൻ എത്ര മാസം കഴിച്ചു? മെഡിസിൻ ആയുർവേദിക് മെഡിസിൻ ഞാൻ 20 days കഴിച്ചു. അത്രേ കഴിച്ചുള്ളൂ? അത്രേ കഴിച്ചിട്ടുള്ളൂ. അതിനൊരു ചെറിയൊരു കുറവ് കാണുന്നു, 11x4 mm. ഇല്ല, അത്രയും കുറഞ്ഞുവെങ്കിൽ, അത്രയും സൈസ് കുറഞ്ഞുവെങ്കിൽ നിങ്ങൾ ആ ട്രീറ്റ്മെന്റ് തുടരണം. അത് ശരി. കാരണം സാധാരണ രീതിയിൽ ഗോൾ ബ്ലാഡർ മറ്റ് ചികിത്സാ രീതിയിൽ ഹോമിയോപ്പതിയിൽ മെഡിസിൻ ഉണ്ട്, മറ്റ് സിസ്റ്റത്തിൽ അതിന് മരുന്ന് പലപ്പോഴും ഇല്ല. നിങ്ങൾ ഗോൾ ബ്ലാഡർ എടുത്ത് കളയാനായിരിക്കും അവർ ഉപദേശിക്കുന്നത്. അപ്പോൾ അതിലേക്ക് പോകണ്ട. ഇപ്പോൾ ഈ 20 ദിവസം കൊണ്ട് ഇത്ര റിസൾട്ട് കിട്ടിയെങ്കിൽ ഇനിയും കുറച്ച് ദിവസം കൂടി ഒന്ന് ഉപയോഗിച്ച് നോക്കൂ. അത് കഴിഞ്ഞ്, കാരണം പിന്നെ സിംറ്റം ഫ്രീ ആണ്. കാരണം അതിന് ശേഷം അതിൽ പൂർണ്ണമായിട്ട് മാറുന്ന ഒന്നുകൂടി സ്കാൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അതിനുശേഷം നിങ്ങൾക്ക് ഹോമിയോപ്പതിയും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഫലവത്തായ മെഡിസിൻസ് ഉണ്ട് ഹോമിയോപ്പതിയിലും. ഓക്കെ, സാറിന് സംശയം മാറിക്കാണമെന്ന് പ്രതീക്ഷിക്കാം. വിളിച്ചതിന് നന്ദി. സാർ, ഇതൊരു പ്രിവെൻറ്റീവ് ആസ്പെക്ട്, നമുക്ക് ഈ സ്റ്റോൺ ഒന്നും വരാതെ സൂക്ഷിക്കാനായിട്ട് സാധിക്കും? അതോ ഒരു ഫാമിലി പരമായിട്ട് സ്റ്റോൺ ഉണ്ടാകാനൊക്കെയുള്ള സാധ്യതയുള്ള ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്? അതിൽ ഇപ്പോൾ യൂറിക് ആസിഡ് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഈ മറ്റ് കിഡ്നി സ്റ്റോണിൻ്റെ ഡയറ്റ് ഞാൻ പറഞ്ഞു, വീണ്ടും ഞാൻ വേണമെങ്കിൽ പറയാം. യൂറിക് ആസിഡിന് നാച്ചുറലായിട്ട് കുറച്ച് പ്രിവെൻറ്റീവ് ടെക്നിക്കുകളുണ്ട്. അപ്പോൾ അത് നമ്മൾ കോമൺ ആയിട്ട് വീട്ടിൽ നമുക്ക് ഉപയോഗിക്കുന്ന ഇപ്പം നാരങ്ങ, ചെറുനാരങ്ങ നീര് കൂടുതലായിട്ട് ഉപയോഗിക്കുക. അതുപോലെ ഉള്ളി, പ്രത്യേകിച്ചും വെളുത്തുള്ളി,
കൂടെ ജ്യൂസ്, വെളുത്തുള്ളി ജ്യൂസ് തന്നെ കുടിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പിന്നെ നമ്മുടെ യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് ഒഴിവാക്കാൻ വേണ്ടി അത് പലപ്പോഴും നമ്മളെ സഹായിക്കാറുണ്ട്. അതുപോലെ ഹണി, പിന്നെ ഇഞ്ചി സത്ത് കൂടെ കുടിക്കാമെന്നുണ്ടെങ്കിൽ ഈ യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് ഒരു പരിധിവരെ ഒഴിവായി നിൽക്കും എന്നുള്ളതാണ്. പിന്നെ ഈ ആപ്പിളിൽ നിന്ന് എടുക്കുന്ന വിനെഗർ, ACV എന്നാണ് പറയുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ അത് ഉപയോഗിച്ച് ശീലിക്കുന്നവർക്കും പലപ്പോഴും ഈ യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് ഒരു പരിധിവരെ ഒഴിവായി നിൽക്കും. തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ ഫാമിലി പരമായിട്ട് ഇപ്പോൾ അച്ഛന് സ്റ്റോൺ ഉണ്ടെങ്കിൽ, കിഡ്നി സ്റ്റോൺ ഉണ്ടെങ്കിൽ മക്കൾക്ക് കിഡ്നി സ്റ്റോൺ ഉണ്ടാവാനുള്ള ഒരു ഫാമിലി ഹിസ്റ്ററി അങ്ങനെ ഒരു സംഭവമേ സ്റ്റോണിന് അപേക്ഷിച്ചിട്ടില്ല. കാരണം അതങ്ങനെ ഒരു ഹെറിഡിറ്ററി ആയിട്ടുണ്ടാകുന്ന രോഗമേ അല്ല. നമ്മൾ ജീവിത സാഹചര്യം, നമ്മൾ ഉപയോഗിക്കുന്ന ആഹാരം, അത് മാത്രമാണ് ഈ സ്റ്റോൺ ഉണ്ടാക്കുന്നത്. തീർച്ചയായിട്ടും ഡോക്ടർ തിരക്കേറിയ സമയം പീപ്പിൾ ടിവിയോട് സഹകരിക്കുകയും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് സ്റ്റോൺ എന്നുള്ളൊരു പ്രശ്നത്തെക്കുറിച്ച് വളരെ ലളിതമായുള്ള ഭാഷയിൽ പറഞ്ഞു തന്നിരിക്കും. ഇനിയൊരു അവസരത്തിൽ തീർച്ചയായിട്ടും വീണ്ടും കാണാം. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശവും ഞങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. അറിയിക്കേണ്ട വിലാസം ഹലോ ഡോക്ടർ പീപ്പിൾ മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, കൈലി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം 34. നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാം hello@peopletv.in എന്ന വിലാസത്തിലും. പുതിയൊരു വിഷയവുമായി നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.